അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. മലരേ നിന്നെ കാണാതിരും. എന്തൊക്കെയുണ്ട് ഇന്നൊരു സർപ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെച്ചിട്ടുള്ളത്. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. കുട്ടിക്കലവറയുടെ കുഞ്ഞു എന്ന നമ്മുടെ അഭിനന്ദിന്റെ പിറന്നാൾ ആഘോഷം പൊടി പൊടിക്കുകയാണ്. കുക്കിങ്ങിനിടയിൽ കൊമ്പ് കോർക്കലുമായി അഭിനവും അഭിനന്ദും. രക്ഷകനായി പാവം ഞാൻ തന്നെയാ, അല്ലെങ്കിൽ പരിപാടി നടക്കില്ലേ? എന്തോ മാത്തുക്കുട്ടി വിളിക്കല്ലടാ. മിണ്ടാറുണ്ട്, പക്ഷെ ഞാനും മിണ്ടാറുണ്ട്. പിന്നെ എന്റെ അടുത്ത് ലവ് ചെയ്യാത്ത. ഓ അങ്ങനെയാണ് പ്രശ്നം. മാത്രല്ല ഇത്രയും നല്ല പെണ്ണിന് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? മിൽക്കി ബനാനയുടെ മധുരം ആവോളം ആസ്വദിക്കുകയാണ് കുട്ടിക്കലവറയിലെ കുഞ്ഞു പാചകക്കാർ. മിൽക്കി ബനാനയേക്കാൾ മധുരമേറിയ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത്. കണ്ണടയ്ക്കാതെ കണ്ടോ. നമസ്കാരം. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പൂക്കളുടെ നിറവസന്തം എന്നും കാഴ്ചവെക്കുന്ന ഫ്ലവേഴ്സ് ഇന്ന് കുട്ടിക്കലവറയിൽ നിങ്ങൾക്കായി എന്താണ് കാത്തുവെച്ചിരിക്കുന്നതെന്ന് കാണാം. ആദ്യമായിട്ട് പതിവ് പോലെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യാണ് സ്വന്തം അജയേട്ടനെ. അജയേട്ടാ സ്വാഗതം. ഇന്നൊരു പക്ക വെറൈറ്റി സ്റ്റൈലിലാണല്ലോ വന്നിരിക്കുന്നത്. കുട്ടിക്കലവറയിൽ വരുമ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് കുറച്ചൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കണ്ടോട്ടെ എന്നുള്ളതും, പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഈ മീശയും താടിയൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് പലർക്കും എന്നോട് കുറച്ച് ബഹുമാനക്കുറവ്. ഓ വെറുതെ വന്ന് തലക്കിട്ട് ഞൊണ്ടിട്ട് പോവാ ചോദിക്കുക. പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇന്ന്? അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ കുറച്ച് ഫിഗറിലൊക്കെ ഒരു ചേഞ്ച് വരട്ടെ എന്ന്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഇവിടെ ഇരിക്കുന്ന പലരിലും ഉണ്ട്. ചിലരുടെ മുഖത്തൊക്കെ ഇന്ന് വളരെ സൈലന്റാ, പേടിച്ചിരിക്കുക. അത് കാരണം ഹായ് ബാഹുബലി. ഓ അജയേട്ടാ, ആ ഈ താടി മീശയൊക്കെ വെച്ചപ്പം ഫ്ലോർ മൊത്തം സൈലന്റ് ആയി തോന്നുന്നു. സൈലന്റ് ആയി പോയി. എല്ലാവർക്കും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, പകുതി അങ്ങോട്ട് പഠിച്ചു മാറ്റിയാലോ, കുറച്ചൊന്ന് ഫ്രീ ആവും. സാധാരണ ഈ പകുതി എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ബെറ്റൊക്കെ വെക്കുമ്പോഴാ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോ അല്ല. പിന്നെ അജയേട്ടാ വെറുതെ എന്നെ ആശിപ്പിക്കരുത്, ഞാൻ ബെറ്റ് ചെയ്യും. അതിനൊരു സ്കോപ്പ് ഉള്ളപ്പോ നമുക്ക് ചെയ്യല്ലോ. നമ്മൾ റെഡി, ഞാനിവിടെ ഉണ്ടല്ലോ. തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. മെൻഡേഴ്സ്, യെസ്, വെൽക്കം ടു കുട്ടിക്കലവറ. പിന്നെ എൻ്റെ കുഞ്ഞു കുട്ടീസ്, വെൽക്കം ടു കുട്ടിക്കലവറ. ഹായ്. ഇപ്പോഴാണ് കുട്ടിക്കലവറ ആയത് അല്ലേ? കുട്ടികളുടെ ഒരു ബഹളമൊക്കെ ഇല്ലെങ്കിൽ എന്താ ഒരു രസമുള്ളത് അല്ലേ? ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റേഴ്സിനേക്കാൾ കൂടുതൽ നമ്മുടെ കൊച്ചു കൂട്ടുകാർ, അവരുടെ ഒരു ആവേശമാണ്. അതെ, അത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. പക്ഷെ ബാഹുബലിയുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല. ബാഹുബലി ഇങ്ങനെ ജിമ്മ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഇതിപ്പോ ബുൾഗാനൊക്കെ വെച്ച് എന്തൊക്കെയാ സൈഡിലൊക്കെ വരയൊക്കെ വരച്ച് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ പുള്ളി പിടിച്ചു നിൽക്കുവാണ്. ഹലോ ഹലോ ബാഹുബലി കൊട്ടോ. പിന്നെ ഞാൻ നിന്റെ പഴയ കൂട്ടുകാരൻ തന്നെയാണ്. താടിയൊക്കെ വെച്ച് ഫിഗർ മാറി വന്നെന്നുള്ളൂ. ചിരി വരുന്നുണ്ട്. മെന്ററിന് അവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നിശ്ചയിച്ചൊരു എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ പ്രേമി, ഇന്ന് നമ്മൾ ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്? അജേട്ടാ,
എന്നെ എപ്പോഴും ഇവർ കറുത്ത മുത്ത് എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. എന്തായാലും ഇന്നൊരു കറുത്ത മുത്ത് ഇവിടെ ഉണ്ട്. അതിനൊരു അവകാശം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വെളുപ്പാ, എന്നെ അങ്ങനെ എന്റെ അവകാശം തട്ടിയെടുത്തോ എന്ന് എനിക്കൊരു സംശയം. ബീന ചേച്ചി ഉടുപ്പിട്ടെന്ന് വിചാരിച്ചു എന്നെ നീ കറുത്ത മുത്താക്കാൻ നോക്കണ്ട. എന്നാ ഇങ്ങ എണീറ്റ് പോരെ. ഉടുപ്പിട്ട വെളുത്ത മുത്ത്. എന്നാ വെളുത്ത കറുത്ത മുത്തിങ് പോരെ. കറുപ്പ് താ എനക്ക് പിടിച്ച കളറ്. എനക്കും പിടിച്ച കളറ്. കറുപ്പ് ഒരു പ്രത്യേക അഴകല്ലേ ചേച്ചി, അല്ലേ? എന്നാണ് തോന്നണത്. ഇന്ന് എന്താ ചേച്ചി കറുത്ത ഡ്രസ് ഇടാൻ കാരണം? ഞാൻ വിചാരിച്ചു എപ്പോ നോക്കുമ്പോഴും പ്രേമി ഈ കറുത്തുടുപ്പിട്ട് വന്ന് ഇങ്ങനെ ഷൈൻ ചെയ്യണു. എന്നാ പിന്നെ ഞാൻ വിചാരിച്ചിന്ന് ഞാനും കറുപ്പൊക്കെ ഇട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ കറുത്ത് ഉടുപ്പിട്ട ഷൈൻ ചെയ്യാന്നാണ് ചേച്ചിയുടെ വിചാരം? അല്ല, പൊതുവെ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, നല്ലൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ നോക്കിക്കോളൂ, മിക്കവാറും ഒരു 75% ആൾക്കാരും ബ്ലാക്കിലായിരിക്കും. അപ്പൊ ബ്ലാക്ക് എന്ന് വെച്ചാൽ ബ്യൂട്ടിയാണ്. തീർച്ചയായും അതിലൊരു എല്ലാരും ഒന്ന് കൈയടിച്ചേ. പക്ഷേ ഡ്രസ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് കറുപ്പ്. ഞാൻ പറഞ്ഞു കറുപ്പ് എന്ന് വെച്ചാൽ ബ്യൂട്ടി ആണെന്ന്. അല്ല, ഞാൻ തെറ്റിദ്ധരിക്കരുത്. ഡ്രസ് ഹലോ, അത് നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞങ്ങ് പോവാതെ നമ്മളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തർക്കമുള്ള സമയത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം എന്നോട് ചെറിയ സ്പേസ് ഇത്ര സ്പേസ് വേണ്ട, എനിക്ക് അത്രയും വേണ്ട. അത് ബീനക്കുള്ള സ്പേസ് ഇത്ര മതിയോ? ശകലം മതി. അല്ല, ഇവള് പറഞ്ഞിട്ടില്ലേ കറുപ്പ് എന്ന് പറഞ്ഞ അഴകാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ കറുപ്പ് ഒരു നമ്മൾ ഫംഗ്ഷൻ പോകുമ്പോ ഡ്രസ്സിന്റെ കറുപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ അജയന്റെ ഒപ്പീനിയൻ എന്താണ്? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഈ ഒരു വേഷത്തിൽ ബീനെ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആണ് തോന്നുന്നത്. കിടക്കട്ടെ, ഇടയ്ക്ക് നല്ല രസമുണ്ട് ബീനെ. ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്. അത് ഞാൻ ആനച്ചന്തം ഞാൻ ഭംഗിയിലാ ഉദ്ദേശിച്ചത്, വേറെ രീതിയിലല്ലെന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. എനിക്ക് അത്ര കേട്ടാ. കഴുത്തിൽ എന്താണ്, പാമ്പാണോ അതോ മാലയാണോ? ഇതൊക്കെ ഓരോ സംഭവങ്ങളല്ലേ. എന്ത് രസം, എന്ത് വെറൈറ്റീസ് ആണ്. ചേച്ചി എപ്പോഴും ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നത്. ഇത് കഴിയുമ്പോ ആ മാല പ്രേമിക്ക് കൊടുക്കണം കേട്ടോ. എന്തിനാ? അത് ഈ കറുത്തമുത്തിന്റെ ബ്രാൻഡ് എംബ്ലമായിട്ടൊക്കെ സ്ഥിരമായിട്ട്. ചേട്ടൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ? ഇങ്ങനെ ചോദിച്ചൊക്കെ മേടിച്ചു തരാം, കാശ് കൊടുത്ത് മേടിച്ചു തരികയെന്നുള്ളൂ. അതെ, ആരുടെങ്കിലും കയ്യിൽ ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. കുട്ടിക്കലവരെ പറ്റി ചേച്ചി എന്താണ് ഇനി പറയാൻ പോകുന്നത്? എനിക്ക് മൊത്തത്തിൽ സന്തോഷം. കാരണം ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഞാൻ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് കുട്ടികളുടെ കുക്കിംഗ് സെക്ഷൻ കാണാനാണ്. കാരണം എനിക്ക് ഏറ്റവും ഞാൻ ആസ്വദിക്കുന്നതും അവരുണ്ടാക്കുന്ന. എൻ്റെ അമ്മച്ചിയൊക്കെ വീട്ടിലിരുന്ന ഭയങ്കര ടെൻഷൻ, അയ്യോ തീയൊക്കെ എടുത്ത് കളിക്കണോ, തീയൊക്കെ എടുത്തിരുന്നിട്ടേ പിന്നെ ഓരോ മറ്റേ തിളച്ച വെള്ളത്തിലേക്ക് മറ്റേ നമ്മുടെ നൂഡിൽസ് ഒക്കെ എടുത്തിടുന്നു. നമ്മൾ പോലും വളരെ പേടിച്ചിട്ടല്ലേ. ഇങ്ങനെ അതൊക്കെ എന്ത് രസം, ബോയിൽഡ് ആയിരിക്കുന്നതിലേക്ക് അതുങ്ങൾ അത് എടുത്തിടുന്നു, അതിൽ നിന്ന് അത് ഊറ്റിയെടുക്കുന്നു. പിന്നെ എന്ത് രസമുള്ള ഐറ്റംസാ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വിളിക്കും, വാ മക്കളെ ഇങ്ങനെ തമാശയും പറഞ്ഞോണ്ടിരിക്കുക. വെൽക്കം. ഹായ്, എവിടെയാ വന്നിരിക്കുന്നേ? അച്ഛൻ എന്തൊക്കെയുണ്ട്? മലയാളം മലയാളം नहीं मालूम, हिंदी മാത്രമേ അറിയുള്ളൂ. हिंदी ही बात है, हिंदी में बात कर सकते हैं. അപ്പൊ ഒന്ന് സംസാരിച്ച അമ്മയുടെ ഹിന്ദിയില്. क्या क्या बोलूं, क्या बोलूं? कुछ प्रेमी जैसी से कुछ कहना चाहती थी. क्या क्या मुझे नहीं पता, तुम बोलो. प्रेमी ചേച്ചി को तो बहुत ही अच्छा हिंदी आता है. എന്താ പറഞ്ഞത്? എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാന്ന്. ഇതിനിടയിൽ മോളുടെ എക്സ്പ്രഷൻ കണ്ടോ? കുട്ടി കുട്ടികളെ വേറെന്തൊക്കെയോ ഈ രണ്ടും എവിടെ നിറങ്ങി വന്നാ? അമ്മയും മോനും തമ്മിൽ നല്ല ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ലൈനി അവളിങ്ങനെ ടെൻഷൻ. മോനും അറിയോ ഹിന്ദി? അറിയോ? കൊച്ചിനും അറിയാന്ന് ഹിന്ദി. മോൾക്ക് ഹിന്ദി അറിയോ? എന്തെങ്കിലും പറഞ്ഞേ. എനിക്കും അറിയാം. നമുക്ക് ഹിന്ദി സംസാരിക്കാം. രാഷ്ട്രഭാഷ ഹും. आपका नाम क्या है? आपका नाम है പ്രേമി. ഇവിടെ ഒരൊറ്റ ആപ്പേ ഉള്ളൂ, അത് പ്രേമിയാണ്. दिया है. എന്താ സ്വകാര്യം പറയണ്ടേ? എന്താ പറഞ്ഞു? എന്നോട് പറഞ്ഞു
ചേച്ചിക്കും ചേട്ടനും കൂടെ ഹിന്ദിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഭാഷ മലയാളം കിടപ്പുണ്ടല്ലോ. അതാ ഈ ഒരു മിനിറ്റ് കുഞ്ഞിന്റെ ഒരു ആഗ്രഹമല്ലേ ചേട്ടാ, അതൊന്ന് സാധിച്ചു കൊടുത്തൂടെ? ഞങ്ങള് തുളുവിൽ സംസാരിക്കും. എന്നാ സംസാരിക്കും. ഇത് ഏത് നാട്ടിലെ തുളു? ഞങ്ങള് പേഴ്സണലി സംസാരിക്കുന്ന തുളു വരെ സഭ പൊട്ടിച്ചോടി വരും ഇവിടെ. ദക്ഷിണ തുളു. तुम्हारा नाम क्या है? അതാദ്യം പറയൂ പ്ലീസ്. മേരാ നാം അജയ് കുമാർ ജി. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം മോനോട് ചോദിക്കാം. ഈ കല്യാണം കഴിച്ചവര് പിന്നെ എന്തിനാണ് ഈ ഡൈവോഴ്സ് ചെയ്യുന്നത്? പ്രേമിച്ചൊക്കെ കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ, എന്തിനാണ് ഡൈവോഴ്സ് ചെയ്യുന്നത്? ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, മോനും കേട്ടിട്ടില്ല? അയ്യോ, അതൊക്കെ നമ്മുടെ അൽസാബിത്ത് തന്നെ, പ്രശസ്ത ചിന്തകനും അതെ വാഗ്മിയും നിരൂപകനുമായ അൽസാബിത്ത് അൽസാബിത്ത് പറയുന്നതായിരിക്കും. അൽസാബിത്ത് എന്തോ വെൽക്കം. വെൽക്കം. താങ്ക് യു. എന്താണ് ഒരു അഭിപ്രായം പറയൂ. ഡൈവോഴ്സ് അതായത് ഡൈവോഴ്സ് എന്ന് വെച്ചാ ലവ് ചെയ്ത് കിട്ടുന്നവര് അവസാനം വഴക്കിലൊക്കെ ആവൂല്ലോ ചിലപ്പം. അങ്ങനെ വഴക്കിലായി കുറെ കഴിയുമ്പോ ഭർത്താവ് ഭാര്യ എടുത്തിട്ട് ചവിട്ടും. അങ്ങനെ ചവിട്ടുമ്പോഴാണെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ സ്വന്തക്കാരെ വിളിച്ചിട്ട് സ്വന്തക്കാർ വന്ന് ഭർത്താവിനെ എടുത്തിട്ട് ചവിട്ടും. എന്നിട്ട് ഭാര്യ ആണെങ്കിൽ ഡിവോഴ്സ് കേസും കൊടുത്തു പോവും. ഭർത്താവ് ജയിലിലും ആവും, ഭാര്യ അങ്ങോട്ടെങ്കിലും പോവും, സ്വന്തം വീട്ടിൽ പോവും ചെയ്യും. ഇതാണ് കറക്റ്റ് ഡൈവോഴ്സ്. റോക്കറ്റ് അല്ലേ, എന്തിനാ പ്ലാനറ്റ്സിൽ പോണത്? ഒരു ചോദ്യമാണ് എനിക്ക്. ചോദ്യങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനി ജീവിതം പ്ലാനറ്റ്സിൽ പോകുന്നതെന്ന് ഒരു ചോദ്യം. വെറുതെ പോണ അവർക്ക് വെറുതെ ട്രിപ്പ് അടിക്കുക ഒരു കാര്യം. ചേട്ടാ പറയേ, എന്തിനാ പോന്നേ മോനെന്ന് പറ. എന്തിനാ പോണേന്നറിയാമോ? അവിടെ ദാഹിക്കുമ്പോ വെള്ളം ഉണ്ടാവുന്ന നോക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. ശരിയാ, നല്ലൊരു മറുപടി അല്ലേ? കൊറേ നേരായി മോൾക്ക് എന്തോ പറയാനുണ്ട്. മോൾക്ക് പറയണ്ടോ? പാട്ട് പാടണം. ദൈവം, പാട്ട് ഇച്ചിരി പാട്ട് പാടിക്കോട്ടെ. സാറിന്റെ വീട്ടിൽ കല്യാണം, കാക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി, നാക്കില് നീട്ടി ഇരുന്നാട്ടെ, ആന വിളമ്പും ചമ്മന്തി. ചേട്ടാ, ഇതും ചേട്ടനുള്ളതാ. അതെ. അല്ല, പ്രേമി ഒന്ന് ആലോചിച്ച് നോക്കി, ബീനയുടെ മക്കളെല്ലാം എങ്ങനെ ആയിപ്പോയെ? എന്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല. ഒരാള് എന്താ പറയാ, ഹിന്ദി വിദ്വാൻ, ഒരാള് ഇനി നമുക്ക് നമ്മളുടെ ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടാലോ? അതിലെന്തൊക്കെയാണെന്നൊന്ന് കാണാം. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. എനിക്കറിയില്ല, നമ്മള് സർപ്രൈസ് ആയിട്ടല്ലേ പോണ, ഫോൺ വിളിച്ച് പറയാനും പറ്റില്ലല്ലോ. എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ബീനാൻഡിക്ക് മേടിക്കണ്ടേ? അല്ലാതെ കൊണ്ടുപോയ ബീനാൻഡിക്ക് ഇഷ്ടാവില്ലല്ലോ. എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മൾക്ക് ഇത്തിരി ഫ്ലവേഴ്സ് വാങ്ങിച്ചാലോ? നമുക്ക് റോസ് പൂ മേടിക്കാം. വേണ്ട, നമുക്ക് റോസ് പൂവും കുറെ ഫ്ലവേഴ്സുള്ള പോക്കറ്റ് വാങ്ങിക്കാം. അതൊക്കെ വേണ്ടേ? താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇന്ന് ഞെട്ടിച്ചു കളഞ്ഞു ആന്റിയെ രണ്ടുപേരും. സർപ്രൈസ്. ഇതിന്റെ ഉള്ളില് കേക്കണം, സർപ്രൈസ് ആണ്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരെ. നമുക്ക് വീട്ടിലേക്ക് പോവാം. എങ്ങനെ ആന്റി അറിഞ്ഞു ഞങ്ങൾ ഇവിടെ വരാൻ പോണത്? അയ്യോ, ആന്റി അല്ലേ അപ്പൊ വണ്ടി അയച്ചത് നിങ്ങൾക്ക്? സർപ്രൈസ് അല്ല, ഇത് ഞങ്ങള് വെയിറ്റിംഗ് ആയിരുന്നു. ഇതാണ് ആന്റിയുടെ വീട്.
ഇത് ആദ്യം സർപ്രൈസ് നോക്കണ്ടേ? ഇതിവിടെ വെച്ച് വെച്ചു. ലെറ്റർ ഒക്കെ ഉണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ പാർട്ടി ദിയ ഉണ്ണി ദിയ. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ലെറ്റർ. താങ്ക് യു. അപ്പൊ അതിനൊരു താങ്ക് യു കേട്ടോ. ഇനി അടുത്ത സർപ്രൈസ് കേട്ടോ. എൻ്റെ ഈ 10 മെന്റേഴ്സിന് കിട്ടാത്തൊരു ഭാഗ്യമാണ് എൻ്റെ മക്കൾ. എനിക്കിതാ വളരെ നല്ലൊരു കമ്മലാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി. ചങ്കുരുവേ ജനാർദ്ദനെയും പിന്നെ സുരേഷ് ഗോപിയെ ഇമിറ്റേറ്റ് ചെയ്തു. അയ്യോ എന്റെ കാലല്ലടാ ഇവന്റെ കാല്. ഇപ്പൊ അത് ഇഷ്ടമായില്ലേ? ഇനി അടുത്ത ശങ്കരു ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് സുരേഷ് ഗോപിയെ. മുഖം എന്റെ അപ്പനെ പിന്നീന്ന് കുത്തിയത് ഇതിലേത് മോനാണെങ്കിലും അവനെ കൊല്ലും ചാക്കോച്ചി. വെള്ളം മോന്തും ചാക്കോച്ചി. കൽക്കര തിന്നും ചാക്കോച്ചി. അതാണ് ഇതാണ് ശങ്കറിന്റെ സുരേഷ് ഗോപി. കേട്ടില്ലേ? എന്താണ് വിശക്കണുണ്ടോ? അത് കേക്കട്ടെ. ഉണ്ടോ? പിന്നെ 3 പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പറയൂ. ഏക കണ്ടേന ഫ്രഞ്ച് ഫ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. എനിക്കറിയാം ശങ്കരുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ അത് ഞാൻ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 2 പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാം. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് അതിന്റെ തൊലിയൊക്കെ നന്നായിട്ട് ചീകി അത് കഴുകിയെടുത്ത് അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ ഉപ്പ് തളിച്ച് വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പതുക്കെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫിംഗർ ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു തരട്ടെ? ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ടിപ്സൊക്കെ ചില സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയത്തെ ഒരു കുക്കറി സെഗ്മെൻറ്റ് വരുമ്പോൾ അവർ കലക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊക്കെ അവർ അവിടെ പയറ്റി നോക്കും. കാരണം അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്. അപ്പം നമുക്ക് അടുത്തൊരു ഇത് വരുമ്പോഴേക്കും തകർക്കണ്ടേ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ. ചേച്ചി എന്തൊക്കെയാ കാണിച്ചത്? എന്തൊക്കെയാ ചെയ്തത്? എന്തൊക്കെയാ ഉണ്ടാക്കിയത്? ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എത്ര കാലം ഫ്രാൻസിലുണ്ടായിരുന്നു? ഞാനോ? എനിക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത്രയും അല്ല, എന്തായാലും അത്ഭുതമായിരിക്കുന്നു. കാരണം ഈ 2 കുട്ടികളെ എത്ര വിദഗ്ധമായിട്ടാണ് പറ്റിച്ചു കളഞ്ഞത്. ഈ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്തായിരുന്നു? എന്റെ പക്രു സോറി അജയ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കാണ് കെട്ടി തൂങ്ങി. അവള് മറുപടി പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോസ് ആണെന്ന്. ഇപ്പൊ ബീനയ്ക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്? മനസ്സിലായി. മനസ്സിൽ കള്ളയില്ല. ഷാരോമിൽ നന്നായിട്ട് മിമിക്രി കാണിച്ചു. അവൻ അത്യാവശ്യം ഇപ്പൊ മിമിക്രിയിലുള്ള ഒരു ടാലന്റ് ഒക്കെ ഉണ്ടല്ലേ. അവൻ തന്നെ ബീനയാണോ പഠിപ്പിക്കുന്നത്? അയ്യേ പിന്നെ എനിക്കെന്താ അറിയാം അങ്ങനെ പഠിപ്പിക്കാൻ. അവൻ തന്നെ ചെയ്യുന്നു. ബീനയുടെ ഹസ്ബൻഡ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മനുവാണ്. പക്ഷെ മനു ഒരിക്കൽ പോലും ശങ്കരുവിനെ ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ കാണിക്കുന്നു. ബീന എപ്പോഴെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു താരത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ? അല്ല, ഞാന് പക്ഷെ ഉമ്മൻചാണ്ടി അങ്ങനെയല്ല. കാരണം പറയുന്നതിനത് സുരേഷ് ഗോപി അല്ലെങ്കിൽ ജനാർദ്ദനൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ട്. കാരണം ഇത് കേട്ട് 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 അല്ല, നമ്മൾ കിടക്കുന്നത് അങ്ങനത്തെ അദ്ദേഹത്തിന്റെ കൂടെ അല്ലേ നമ്മൾ. അപ്പൊ അങ്ങനെയാണ് ഒരു താരത്തെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത്. ശബ്ദം കൊണ്ട് അറിയില്ല. സ്റ്റൈല് മതി ഇമിറ്റേറ്റ് ചെയ്തത്. നമ്മൾ അതിവേഗം ബഹുദൂരം നമുക്ക് പോകേണ്ടതാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രേ അറിയുള്ളൂ. രസകരമായിരുന്നു ഇന്നത്തെ ഇന്ററാക്ഷൻ. വളരെയധികം സന്തോഷം. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും കളർഫുൾ ആയിരിക്കും, ഇത്രയും ഭംഗി ഉണ്ടാവുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല ചേച്ചി. ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു. അതെ, പിള്ളേരെ വിട്ടത് ഇങ്ങോട്ട് വായോ. അതെ, എങ്ങടെ ഓടി പോണേ? ഞാൻ വിചാരിച്ചു ഒരുമിച്ച് പോക്കാൻ പറഞ്ഞു. ഞാൻ പിള്ളേർക്കല്ലേ ഉമ്മയൊക്കെ കൊടുത്ത് പിള്ളേരല്ലേ വിട്ടത്? എന്താ നിന്റെ പ്രശ്നം? ഞാൻ പോവാൻ പറഞ്ഞു. പറഞ്ഞു കുട്ടികളോടല്ലേ പോവാൻ പറഞ്ഞത്?
അങ്ങനെ മാത്രമായിട്ട് പറഞ്ഞു, കുട്ടികൾ മാത്രം പോകുന്നല്ലോ പറഞ്ഞു. കുട്ടികൾക്ക് ഞാൻ ഉമ്മ കൊടുത്തു, അവരെനിക്ക് ഉമ്മ തന്നു, അവരോട് പൊക്കോളാൻ പറഞ്ഞു. ഉമ്മ തരാഞ്ഞിട്ടായിരുന്നു. പ്രേമി അങ്ങനെ വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും അതിന് പിന്നെ? ദുരുദ്ദേശം ഉണ്ടാവും. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശം? ഇവിടെ വന്ന് ഭയങ്കര ഡീസന്റ് ആയിട്ട് ഉമ്മ കൊടുത്തു, കളിച്ചു, ചിരിച്ചു, തമാശയൊക്കെ. പക്ഷെ ഒറിജിനൽ സ്വഭാവം ഇതൊന്നും അല്ല. എനിക്ക് ബീനെ കുറെ കാലമായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു ചേട്ടനൊന്നും പറയണ്ട. ചേട്ടൻ എന്താ അറിയാം ചേച്ചിയെ പറ്റി? എനിക്ക് കുറെ, ഞങ്ങൾ എത്ര ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ, എത്രയോ കാലമായിട്ട് എനിക്ക് നിനക്കിപ്പോ എന്താ മനസ്സിലായത്? ചുമ്മാ ചേച്ചിനെ പറ്റി ഭയങ്കര ഫ്രണ്ട്സ് ആണ്, എനിക്ക് എല്ലാം അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനതൊന്നും അറിഞ്ഞില്ലേ? ഒരു സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എന്താ അറിഞ്ഞില്ല? പ്രേമി ഇറ്റ്സ് ടു വേഗം കാര്യത്തിലേക്ക് വന്നോളൂ. ടു മച്ച് അതല്ല ഉദ്ദേശിച്ചത്. ബീന വയലന്റ് ആയ ഭയങ്കര കുഴപ്പമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. അതെ, അതാണ് പക്ഷെ സൈലന്റ് ആക്കാൻ ചേട്ടനുണ്ടല്ലോ. അത് കാര്യമില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നേരം വെളുക്കും. എന്നാ ഞാനതങ്ങ് ഒറ്റയ്ക്ക് നേരിടാൻ തയ്യാറൊന്നും അല്ല. എന്താ പെണ്ണെ പറ. ചേച്ചി എന്തിനാ ആരോടാ ഈ ദേഷ്യപ്പെടുന്നേ? എനിക്ക് എൻ്റെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ ഞാൻ ദേഷ്യപ്പെടും. എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും. ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ ദേഷ്യപ്പെടും. ആരാണെങ്കിലും തല്ലോ തല്ല് വരെ എത്തും. തല്ലില്ലെങ്കിലും തല്ലിയിട്ടുണ്ടോ? അങ്ങനെ തല്ലിയിട്ടില്ല ആരെയും. തല്ലണോ ആരെങ്കിലും? വേണ്ടി വന്നാ തല്ലണം. നമുക്ക് നാക്കുകൊണ്ടൊരു തല്ല് കൊടുത്താലോ? വേണമെങ്കിൽ കൊടുക്കാം. ആർക്കും? നിനക്കാണോ? എനിക്ക് തല്ല് മേടിക്കാൻ, ഞാൻ മേടിച്ചിട്ട് വെറുതെ ഇരിക്കൊന്നുമില്ല. കൊടുത്തിട്ട് തന്നെ പോവുള്ളൂ. നമുക്ക് ഇവിടെ തല്ലാൻ പറ്റിയ ഒരാളുണ്ട്, ചേച്ചിക്ക് പറ്റിയ ഒരാളുണ്ട് ഇവിടെ. ബ്ലാക്ക് ടോപ്പും റെഡ് ചുരിദാർ അതിട്ടിരിക്കുന്ന കുട്ടിയാണോ? ഇത് ഇവളോ? അവള് ചിരിക്കുന്നുണ്ടെങ്കിലല്ല അവളാള് ശരിയല്ല. അല്ല, അവളുണ്ടല്ലോ എന്റെ മകനെ വിട്ടിട്ട് കാശ് കണ്ടിട്ട് അവന്റെ മുതലാളിയുടെ കൂടെ ഓടിപ്പോയവളാ. ഓഹോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നല്ലോണം കൊടുത്തിട്ടുണ്ട് ഞാൻ അവൾക്ക്. എനിക്ക് അവളെ കാണുമ്പോ കലി ഇങ്ങനെയുള്ളൂ. എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്ന് വിളിച്ചോ, എന്താണെന്ന് ചോദിക്കണല്ലോ നമ്മുടെ ഇവിടെ വന്നിട്ട്. നമുക്കതൊന്നും അറിയണ്ടേ? അതെ, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഒന്ന് വന്നേ. എടി ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്നും കൂടി പറയും. ഇവിടെ വന്ന് മര്യാദക്ക് നിന്നു. ഭയങ്കര കഷ്ടാന്നേ, ഭയങ്കര കഷ്ടം. എന്നെ കണ്ട എന്തൊക്കെയാ പറയണേ? ദേ വരുന്നു താടക. അതിന് ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, അങ്ങനെയാണ് എന്നെ പറയാ. അറിയാം, സത്യങ്ങൾ അറിയാം, അതുകൊണ്ടാണല്ലോ നേരത്തെ എടുത്തിട്ടത്. അല്ല, ചോദിച്ചോ ഞങ്ങള്? ചോദിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാലോ. നോക്കൂന്ന് വേണ്ടാട്ടാ. മൊത്തത്തിൽ ഒരു സൈലന്റ്. ഇത് എന്താ സംഭവം? ഏത് കഥാപാത്രങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്ന് പറഞ്ഞു. ഈ അൾത്താരയ്ക്കപ്പുറം വേറൊരു ബന്ധമുണ്ട് ഇവര് തമ്മില്. നല്ല അത്ര നല്ല ബന്ധമൊന്നുമല്ല. എന്റെ മരുമോളാ, വൃത്തികെട്ട ദുഷ്ടയായ മരുമകൾ. ഏഷ്യാനെറ്റിലെ പ്രണയം എന്ന സീരിയലില് വീര ചേച്ചിയുടെ മരുമകളായിട്ട് അൾത്താര ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിനെ ആദ്യത്തെ മരുമോള്. അതെ, കവിത. ഇപ്പൊ ഇതല്ല കേട്ടോ, ഇപ്പൊ എനിക്ക് നല്ല അടക്കവും ഒതുക്കവും സൗന്ദര്യവും ഒക്കെ ഉള്ള നല്ലൊരു മരുമോളെ എനിക്കിപ്പൊ കിട്ടിയിട്ടുണ്ട്. കവിത പോലെ ഒരു കവിത. നമുക്ക് നോക്കാം കവിതയിൽ എന്തോരം കവിതയുണ്ടെന്ന്. നോക്കിയാലോ? ഒരു കവിതയോ? താങ്ക് യു ബീന ചേച്ചി, എനിക്ക് അടുത്ത ആളെ കിട്ടി. ചേച്ചി രക്ഷപ്പെട്ടോളൂ. വെൽക്കം ടു ഫ്രൂട്ടോ മാസ് കുട്ടികളവര പവർഡ് ബൈ ഡിഷ്കോൾ ഡിഷ്വാഷ്. താങ്ക് യു. ഇതാരാ ഇത്? കോട്ടൊക്കെ ഇട്ട് കോടീശ്വരൻ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വന്നിരിക്കണു. എന്തായാലും ആൾക്കാരെ വന്നതിന്റെ അറിയാണ്ട്. പിള്ളേര് കുറച്ച് റിച്ച് ആയിട്ടുണ്ട് കേട്ടോ. റിച്ച് ആയോ? എന്താ നല്ല ഗൗണൊക്കെ ഇട്ട് വന്നിരിക്കുന്നേ? ആരാ വാങ്ങി തന്നേ? മമ്മി വാങ്ങി തന്നു. ഇഷ്ടാണോ ബ്ലാക്ക്? ഭയങ്കര ഇഷ്ടാണോ? എന്താ എനിക്കൊരു ഹിന്ദി സിനിമയിലൊക്കെ നായിക ഇറങ്ങി വരുന്ന പോലെ തോന്നി. ഭയങ്കര പിന്നെ ആ ആള് സൽമാൻ ഖാനും ഭയങ്കര രസമായിട്ട്. അപ്പൊ ഇത് വെച്ചിട്ടൊരു പാട്ടിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ഡാൻസ്. ഒരു ഡാൻസ്. കവിതയുടെയും കുട്ടികളുടെയും ചെറിയൊരു ഡാൻസ് കാണാം. यही मरना और जीना, यही मंदिर और मदीना, तेरी गलियां गलियां तेरी गलियां मुझको भावे, गलियां तेरी गलियां, तेरी गलियां गलियां तेरी
तेरी गलियां വെരി ഗുഡ് വെരി ഗുഡ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഒരു നായിക എവിടെ നേരം പൊക്കി പിടിച്ച് വലിച്ചിട്ടിട്ട് കോട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് വന്ന് നിന്നിട്ട് നാളുകൂടെ വില കളയാൻ വേണ്ടി എന്നിട്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ഡു ഞാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല എന്നുള്ളല്ലേ. അത് നീ സ്റ്റെപ്പ് ഇട്ടാണോ അത്? പക്ഷെ അങ്ങനെ കാണിച്ചപ്പോഴൊക്കെ നമ്മുടെ അൽത്താര പൊക്കിയെടുത്ത് പണിക്കൊണ്ട് പോകുമായിരുന്നു. അത്ര കോട്ടും ഒക്കെ ഇട്ട് മിടുക്കനായി അഭിപ്രായം പറയാൻ ആള് വരുന്നു. എന്തായാലും നമ്മള് മോള് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു അല്ലേ? ഈ അഭിപ്രായം ഒന്ന് കേൾക്കാം. ചുമക്ക പറഞ്ഞു എന്താ കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഡാൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ശരി വെരി ഗുഡ്. എന്താണ് ഏട്ടാ അവിടെ ഒരു രഹസ്യം പറിച്ചില്? പറയില്ല പക്ഷെ ഇവിടെ ക്ലാപ്പ് വരും. ഞാനത് പറഞ്ഞ എല്ലാരും കൈയടിക്കും കേട്ടോ. സംഭവം കേട്ടോ. അത്രയും നല്ല പെൺകുട്ടിയെ എനിക്ക് കിട്ടിയിരുന്നത് ഇതിലും നന്നായിട്ട് ഞാൻ ഡാൻസ് ചെയ്തല്ലേ. പോയി വിളിച്ചിട്ടാ വരുന്നില്ല. പിന്നെ കളിക്കും കുഞ്ഞു കളിക്കും. ഇത് കഴിയുമ്പോ കളിക്കോ കുഞ്ഞു? കളിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കേട്ടോ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് പ്രേമി പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പൊ ഡാൻസ് ഒക്കെ കുട്ടികളോട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞതെങ്കിലും അവൻ ഒരു സ്വല്പം ഡൗൺ ആയപ്പോൾ മെന്റർ കറക്റ്റ് ടൈമിൽ എൻട്രി ആയി എന്നിട്ട് സ്കോർ ചെയ്തു. നല്ല രസമായിട്ട് തന്നെ ഡാൻസ് ചെയ്തു. നല്ലൊരു ക്ലാസ്. എന്താണ് ഞങ്ങളുടെ കുട്ടികളെ പറ്റി പറയാനുള്ളത്? ഇവള് നല്ല സ്മാർട്ടാണ്. ഇവൻ സ്മാർട്ടാണ്. എവിടേക്കോ ഇത്തിരി ഷൈൻ ഉണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം. നമുക്ക് കണ്ടാലോ ഇവരുടെ വീഡിയോ? കാണാം. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. നല്ല ഉറക്കാണ്. ചായ അയ്യോ ഇങ്ങോട്ട് ആമി കുടിച്ച് ആമി വസ്തി നല്ല കുട്ടി കേട്ടാ. എന്നാ നമുക്കിനി യോഗയൊക്കെ ചെയ്ത് ഫ്രഷ് ആവാം. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. കാലിങ്ങനല്ലോ വെക്കണ്ടേ? കാലിങ്ങനല്ല, അതെ ഇങ്ങനെയാണ് കാല്. ആദ്യം ദേ ഇങ്ങനെയല്ലേ ചെയ്യണ്ടേ? ഇങ്ങനെ എന്നിട്ട് 18 പ്രാവശ്യം ഓം നമഃ ശിവായ. പിടിച്ചു വെക്കണം. ഞാനിപ്പോഴും ഒറ്റക്ക്. മലരേ നിന്നെ കാണാതിരും വിവേകിയ നിറമെല്ലാം മായുന്ന പോലെ.
കണ്ടില്ലേ, എന്റെ കുട്ടികൾ സ്മാർട്ടാ. റെഡി അല്ലേ? ഞാൻ റെഡിയാ. അപ്പൊ ആ നന്നായിരുന്നു. എന്ത്? ചേച്ചി രാവിലെ കൊണ്ടുവന്ന് തന്ന ചായ അത്ര പോരായിരുന്നല്ലേ? മധുരം ഇട്ടിട്ടില്ല. നല്ല ഒട്ടും മധുരമില്ല. ആത്മാർത്ഥമായി സത്യസന്ധമായി പറയും, ചായ കൊള്ളത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യപ്പ? ചായ കൊള്ളില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? കൊറേ പഞ്ചസാര ഇട്ടു. അറിയോ, ഞാൻ കുടിക്കുന്ന പോലെ അഭിനയിച്ച് കുടിച്ചില്ല ഒട്ടും. ഇത് രാവിലെ ചേച്ചി വന്ന് ഒരു മധുരമില്ലാത്ത ചായയും തന്നിട്ട് എന്തോ മൂക്കി ചീറാൻ പറഞ്ഞോ? എന്താ പറഞ്ഞ? ജലദോഷം പിടിച്ചോ ചായ കുടിച്ചപ്പോ? എന്താ സംഭവിച്ചേ? എനിക്കറിയില്ല. അത് ചോദിക്കേ ചേച്ചിയോട്. ഞാൻ പറഞ്ഞു തന്നില്ലേ അത്? തന്നിട്ടില്ലല്ലോ. കണ്ടാ കണ്ടാ ഈ പിള്ളേര് ഭയങ്കര സാധനങ്ങളാട്ടോ. ഇത്തിരി മുന്നേ പറഞ്ഞു മോള് ഭയങ്കര സ്മാർട്ടാണ്, പാവാണ്. മോളല്ല എന്നാലും പാവാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയാം ഈ പിള്ളേർ എന്ത് സാധനമാണ്. അതാണ് സംയോജിതമായിട്ട് മാറിക്കളിയാ. ഇടയ്ക്ക് എൻട്രി ആവും, അത് കഴിഞ്ഞ് ഇടയ്ക്ക് മാറിക്കളി. അതെന്താ ചേട്ടാ? ചേട്ടൻ അതിലൊന്ന് ഇടപെട്. ചോദിക്കുക എന്താ? അത് മെന്റർമാരോട് പറയേണ്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ കൂടെ ത്രൂ ഔട്ട് നിൽക്കണം എന്നുള്ളത്. അതെ അതെ അതെ. അപ്പൊ തന്നെ കുളിച്ച ഈ പതക്കകത്തൊക്കെ വന്ന് കുളിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? നല്ല സുഖമായിരുന്നു. കൊറേ കുടിച്ചല്ലേ? കൊറേ കുടിക്കുകയും ചെയ്ത് നന്നായിട്ട് അഴുക്കൊക്കെ പോയി. ഉള്ളിലത്തെ നന്നായിട്ട് അഴുക്കൊക്കെ പോയി. അപ്പൊ അവിടെ പോയപ്പോഴാണ് ഒന്ന് അഴുക്കൊക്കെ പോയി നന്നായിട്ടൊന്ന് ക്ലീൻ ആയി. ഓക്കെ. മോൾക്കോ? മോളുടെ നമ്മള് കുളിച്ചില്ല. ഞാൻ കുളിച്ചില്ല. ഇവർ രണ്ടുപേരും കുളിച്ചില്ല. മാറ്റി നിർത്തി. ഈ കുക്കിങ്ങിനെ പറ്റി ചേച്ചി എന്തൊക്കെ പറഞ്ഞു? സദ്യയല്ല, ചോറുണ്ടാക്കാനാണ് പറഞ്ഞു കൊടുത്തത്. ചോറുണ്ടാക്കാൻ മാത്രമല്ല, ബാക്കിയെല്ലാം പറഞ്ഞില്ല ഞാൻ. അടി ഉണ്ടാക്കേണ്ട സ്ഥലമല്ല. എന്തായാലും ചോറുണ്ടാക്കണമെങ്കിൽ ഗ്യാസ് വേണം. ഗ്യാസ് വേണം. ഈ ഗ്യാസ് എവിടെ നിന്നാ ഉണ്ടാവുന്നത്? ഗ്യാസ് ചോറിന്റെ അകത്തുനിന്ന് ആ ഗ്യാസ് ഉണ്ടാവും. ഏത് ഗ്യാസാ ഉദ്ദേശിച്ചേ? രണ്ട് സൈസിലുള്ള ഗ്യാസ് ഉണ്ടേ. ഏതാണ് രണ്ട്? അത് രണ്ടിനെ പറ്റിയും പറഞ്ഞോ? നമ്മള് ഗ്യാസിനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, രണ്ടും പറഞ്ഞോ? അതിലെ ആദ്യത്തെ ഗ്യാസ് നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ്. വെരി ഗുഡ് ചേട്ടാ. അടുത്തത് രണ്ടാമത്തെ ഗ്യാസ് എന്ന് വെച്ചാ തീ പിടിപ്പിക്കുന്ന ഗ്യാസ്. ഇതില് ഏതാണ് ചേട്ടൻ ചോദിച്ച ഗ്യാസ്? ഞാൻ മറ്റേ പെട്രോളിൽ നിന്നുള്ള സാധനത്തിന്റെ കാര്യമാണ്. പ്രേമി മറ്റാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചില്ലല്ലോ, ചേട്ടനാണല്ലോ. ഏത് മറ്റേതാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? അല്ല, അവൻ ആദ്യം പറഞ്ഞ ഗ്യാസ്. അതെ അതെ. അവൻ ആദ്യം പറഞ്ഞു അവൻ ആക്ഷൻ ഉൾപ്പെടെ കാണിച്ചു. എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ എന്നും ആഘോഷമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാം. ഓരോ ദിവസവും ആഘോഷങ്ങൾ പങ്കുവെച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ നിങ്ങളും സന്തോഷിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയാണ്. അതെന്നും ഉള്ളതാണ്. പക്ഷേ ഇന്നൊരു നിറപുഞ്ചിരി. അപ്പോൾ ഈ സന്തോഷം നമ്മളുടെ കുട്ടിക്കലവറയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് എല്ലാവർക്കും. ഞാൻ അതിനുവേണ്ടി ആദ്യം ഞങ്ങളുടെ സ്വന്തം അജയേട്ടനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അജയേട്ടാ പ്ലീസ്. അജയേട്ടാ വെൽക്കം. പ്രേമി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അല്പം സർപ്രൈസ് ആയിപ്പോയി. കാരണം ഒന്ന്, എൻ്റെ ബർത്ത്ഡേ ഇന്നല്ല, പ്രേമിയുടെ ബർത്ത്ഡേ ആണോ? കാരണം ഒരു കേക്കുണ്ട്, ആഘോഷമാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ സസ്പെൻസ് അങ്ങ് പൊളിച്ചേക്കാം. ആരുടെയാണ് സത്യത്തിൽ കുട്ടിക്കലവറയിലെ ആദ്യത്തെ ബർത്ത്ഡേ? സത്യമാണ് അജയേട്ടൻ പറഞ്ഞത്. നമ്മളെന്നും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാറുണ്ട്. ഇന്നൊരു സർപ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളുടെ കുട്ടിക്കലവറയിലെ കുട്ടിക്കുറുമ്പൻ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിക്കുന്ന നമ്മളുടെ കുട്ടിക്കുറുമ്പൻ്റെ പിറന്നാളാണിന്ന്. കുട്ടിക്കുറുമ്പൻ ഇനി ആരാ? ഇനി റിസ്ക് എടുത്ത് ഞാൻ കുറേ നേരമായിട്ട് ആലോചിക്കും. കേട്ടില്ല, മനസ്സിലായോ? കാരണം എൻ്റെ വ്യൂ പോയിന്റിന് മുകളിലാണ്
കേക്കിൽ എഴുതിയിരിക്കുന്ന പേര്. അതുകൊണ്ടാണ് ഞാൻ എത്തി നോക്കിയത്. ഇനി സസ്പെൻസ് ഇല്ല. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞാൻ വളരെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന, ഏത് ചോദ്യം ചോദിച്ചാലും സ്പോട്ടിൽ ഉത്തരം തരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കുട്ടിക്കലവറയിലെ ബാഹുബലി കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ആണ്. വെൽക്കം അഭിനന്ദ്. ബർത്ത്ഡേ ആയിട്ടാണോ മോദി സാറിൻ്റെ കുർത്തയൊക്കെ ഇട്ട് കലക്കിയിരിക്കുന്നത്? അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കൂ ഇവിടെ. ആ ബഹുമാനം, ബഹുമാനം, ഭയങ്കര ബഹുമാനം. പുള്ളി എന്തോ ഒരു വേറൊരു ലോകത്തായി പോയി. ഈ ബർത്ത്ഡേ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെന്താ? എന്താ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആഘോഷമാണ് ബർത്ത്ഡേ. ആ ബർത്ത്ഡേക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ പിറ്റേന്നൊന്നുമില്ല. അല്ല, കാരണം ഇതുപോലെ കേക്കൊക്കെ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇതെന്തിനാ ഇങ്ങനെ പാടുന്നേ? അത് നമ്മളെ ബഹുമാനിക്കുക എല്ലാരും കേട്ടോ. കേക്കൊക്കെ വെച്ചിട്ട് പുള്ളി ഒന്ന് ബഹുമാനിച്ചേക്കാം. അപ്പൊ നമുക്ക് നമുക്ക് കുഞ്ഞുവിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മെന്റേഴ്സിനെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് മൈ മെന്റേഴ്സ്, പ്ലീസ് വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ മറുപടി പറയണേ? കേക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുവിന് ഭയങ്കര ആക്രാന്താണ്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാനുള്ള ടൈം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് തോണ്ടുക ഇതൊക്കെ. ഇത് ഭയങ്കര കേക്ക് ഇരിക്കുവാ. ബർത്ത്ഡേ ബോയ് വളരെ സൈലന്റ് ആണ്, അച്ചടക്കത്തോടെ നിൽക്കുക. പക്ഷെ നോട്ടം മുഴുവൻ കേക്കിലാണ്. അതായത് ബാഹുബലി സിനിമയില് മറ്റേ ആള് ശിവലിംഗം എടുത്തോണ്ട് പോയ പോലെ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ ഇത്? അപ്പൊ നമുക്ക് കട്ട് ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? കേക്ക് കട്ട് ചെയ്യട്ടെ? കട്ട് ചെയ്യണം. പാടിയിട്ട് കട്ട് ചെയ്യാം. സന്തോഷായോ കുഞ്ഞുന്? ആദ്യമായിട്ടാണോ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ? വീട്ടിൽ ആഘോഷിക്കാറുണ്ടോ? ഇല്ല. വീട്ടിൽ ആഘോഷിക്കാറില്ലേ? വീട്ടിൽ ആഘോഷം ചെയ്യുമ്പോ അച്ഛനും അമ്മയും വീട് നന്നാക്കുന്നൊന്നുമില്ല, പാടുന്നൊന്നുമില്ല. അതാണ് അച്ഛന്റെ അമ്മയുടെ ശ്രദ്ധയ്ക്ക് ഇനി അഭിനന്ദിന്റെ ബർത്ത്ഡേക്ക് വീട് നന്നാക്കണം. കല്യാണം പോലെ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യണം, പിന്നെ ഒരു പാട്ടും പാടണം. അതുപോലെ കേക്കും കിട്ടി കണ്ടം തുണ്ടം വെട്ടുകയല്ല ചെയ്യേണ്ടത്. പാട്ടൊക്കെ പാടി ഇതുപോലെ അവകാശം. പിന്നെ പ്രത്യേകം ഒരു കാര്യം, ആദ്യം പകർച്ചേട്ടനെ കണ്ടു പഠിക്കണം എല്ലാവരും. എന്റെ കണ്ണ് നിറഞ്ഞു പോവാ. പകച്ചോന്നോ? പപ്പ കച്ചു പോയി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ചേട്ടൻ എന്തേലും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞോ ഇന്ന്? കുട്ടികൾ എന്നെ ഒന്ന് പുകഴ്ത്തുമ്പോൾ ചിലർക്ക് ഇവിടെ അസൂയ തോന്നാറ്. പക്ഷെ നമ്മളത് കാര്യമാക്കട്ടെ കാര്യം. പിന്നെന്തിനാ അങ്ങനെ പറയുന്നത്? ചേട്ടനെ കണ്ടു പഠിക്കണമെന്ന്. എന്ത് കണ്ടാ പഠിക്കേണ്ടത്? പിന്നെ എന്ത് കണ്ടാ പഠിക്കേണ്ടത്? ചേട്ടന്റെ എന്ത് കണ്ടാന്ന് ചേട്ടന്റെ നല്ല കാര്യങ്ങൾ, നല്ല കാര്യമല്ലേ ഓർഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഏത് നല്ല കാര്യം ഇതിൽ ശരിക്കും എന്തോ കാര്യമുണ്ടല്ലോ. അല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. കാര്യം ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിലും അവിടെ ഒരുപാട് സ്വകാര്യങ്ങളൊക്കെ ഇവര് തമ്മിൽ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഞാനിത് അറിയുന്നുണ്ട്. ഇവിടുത്തെ ക്യാമറ കണ്ണുകൾ ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ശരിയാ പറഞ്ഞ. കാരണം ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഇവിടെയുള്ള എല്ലാ കുട്ടികളോടും പ്രത്യേക അടുപ്പമുണ്ട്. അവരുമൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട് ആണെങ്കിലും നമ്മുടെ കുഞ്ഞിനൊരു ചെറിയ ഒരു അടുപ്പം കുറച്ച് കൂടുതലുണ്ട്. ചെറിയൊരു വാത്സല്യം കൂടുതൽ. അതിന്റെ കാരണം ഞങ്ങള് സമപ്രായക്കാരായതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാഹുബലി അദ്ദേഹം എന്നെ അതിനേക്കാളും വേറെ വലിയ ഇതിലൊക്കെ ഉള്ള രീതിയിലൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ആ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേയിൽ ഇതിൽ വന്ന് നിൽക്കാനും കേക്ക് കട്ടിങ്ങിന് ഭാഗമാകുവാനും ഈ കുട്ടിക്കലറയിൽ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, എല്ലാവരെയും പോലെ. അപ്പോൾ കുഞ്ഞുവിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ.
കുട്ടിക്കലവറയിൽ നമ്മുടെ കുഞ്ഞിന്റെ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. ഞാൻ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം. Just another year, good in our eyes, you are the best. Gonna love you above the rest. Oh, oh. May the times always smile on you, may happiness always come your way. We're here to love you, we're here to celebrate your day. ബ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി കുക്കറിയാണ് അടുത്തത്. കണ്ടു തിരിച്ചു വരാം. പറ്റിയ സാധനം സന്തോഷം എന്ന് പറഞ്ഞ നമ്മുടെ കുട്ടിക്കാലത്തെ തിരിച്ചു പിടിക്കലാണ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കുട്ടിക്കലവറയിലൂടെ അവരുടെ കുട്ടിക്കാലത്തെ തിരിച്ചു പിടിക്കുന്നു. ഒപ്പം കുട്ടികൾ അവരുടെ ആഘോഷങ്ങളെ തിരിച്ചറിയുന്നു. നമ്മുടെ കുട്ടിക്കലവറ കുറെ കുറുമ്പുകളും കുറെ രുചികളുമായിട്ട് വീണ്ടും നമ്മൾ അങ്ങ് തുടങ്ങല്ലേ? എന്താണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം? ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഒന്നിനെ പറഞ്ഞു കൊടുക്ക. സാധാരണ ഇതിന്റെ പേര് പറയാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഐറ്റത്തിന്റെ പേര് പറയാനായിട്ട് വലിയ പാടാണ്. ഒരു 1.5 കിലോമീറ്റർ നീളം ഉണ്ടാവും. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളൊന്നും ഇല്ലാത്ത പേരാണ്. ചെറിയ പേരാണ്. മിൽക്കി ബനാന. ഓക്കെ, അപ്പോ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഷുഗർ, മിൽക്ക്. ഓക്കെ, ഏറ്റവും ഉപദേശിച്ച റോളായിരുന്നു. എല്ലാം 2 തരത്തിൽ കേട്ടില്ലേ? 2 ശബ്ദത്തിൽ കേട്ടില്ലേ? ഇനി വേണോ? എന്താ? മിക്സി ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. മിക്സി അടിക്കാനൊക്കെ അറിയാവോ? വീട്ടില് മിക്സി ഒക്കെ അടിച്ചിട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാണ് പരിപാടി. റെഡി? മിൽക്കി ബനാന സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, റെഡി? അത് കഴിഞ്ഞ് ഇച്ചി മിൽക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞ് ഇച്ചി പഞ്ചസാര ഇട്ടു. അത് കഴിഞ്ഞ് ആൽമീർ സെല്ലിപ്പെടുത്തു. ഇനി ഇത് മിക്സ് കൂടെ മതി. ഞാൻ പിടിച്ചോളാം. ഓണാക്കട്ടെ. പോലെ ആ സ്ഥാനത്ത് തൊടില്ല. ആ സ്ഥാനത്ത് തൊടലെന്ന്
എന്തൊക്കെയാ ഇപ്പൊ ചെയ്തത് നമ്മള് ഒന്ന് പറഞ്ഞു പറയൂ. ആക്ഷൻ സോങ് ആരംഭിക്കുകയെ പറ. ഇല്ല പറഞ്ഞോ. ബനാന ഞാൻ പറയും. പറയട്ടെ. നാലപ്പോ അവള് പറഞ്ഞോളൂ. ബനാന ഇടണം. പിന്നെ പാല് മുക്കാൽ ഭാഗം ഇടണം. ഓക്കെ. ഷുഗർ 4 ടീസ്പൂൺ. 4 ടേബിൾ സ്പൂൺ തെറ്റിപ്പോയി. പിന്നെ ആൽമണ്ട് സിറപ്പ് 1. ബാക്കിയുള്ള ഒരു ഹാഫ് ഉണ്ട് എനിക്ക് കഴിക്കാനുള്ള. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മിക്സ് അടിക്കുക. സ്ലോ ജ്യൂസിങ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് വേണം. എല്ലാ ഐറ്റംസിന്റെയും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും തെറ്റാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താ സ്നോ ജ്യൂസിങ് ഈ പറയുന്ന സംഭവത്തിന്റെ പേര് വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊളിച്ചു. കുഞ്ഞു മിക്സിക്ക് അടിക്കാൻ പഠിച്ചല്ലേ? കുഞ്ഞുവിനെ മിക്സിക്ക് പൊക്കം കൂടുതല. മിക്സിക്കാണോ ഇന്ന് കംപ്ലീറ്റും? എന്തോരി അത്രയും വലുത്? ഇന്ന് കുഞ്ഞു കംപ്ലീറ്റ് ഏറ്റെടുത്തോ? ചേട്ടനെ കൂടെ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല? നമ്മൾ തന്നെയാണ് മൊത്തം ചെയ്യുന്നത്. അടിപൊളി. സാധാരണഗതിയിൽ ചേട്ടൻ കാര്യം എന്തോ എടാ മാത്തുക്കുട്ടി എന്ന് വിളിക്കല്ലടാ, ഞാൻ നിനക്ക് വലുതല്ലടാ. ഓ സന്തോഷം. എന്തോ ആ പറഞ്ഞ കാര്യം തന്നെ, പക്ഷെ മാത്തുക്കുട്ടി ചേട്ടാ എന്ന് കൂടി ചേർത്തു, അത്ര ഉണ്ടായുള്ളൂ. ഉപദ്രവിക്കരുത് കേട്ടോ. ആ ഇനി ഞാൻ കാര്യം പറഞ്ഞോട്ടെ. പിന്നെ എങ്ങനെ സംസാരിക്കട്ടെ? നമുക്ക് കൊടുക്ക വേണ്ട കേട്ടോ ആദ്യം. ആ ഭയങ്കര സീരിയസാ. നിക്ക് അവിടെ പാത്രം ചേട്ടൻ എടുത്തു തരും ഇങ്ങോട്ട് എടുത്തു തരും. അന്നേരം കുഞ്ഞു ഒഴിക്കാം. നല്ല മണം പഴത്തില്ല. നല്ല മണമുണ്ട്. ഞങ്ങൾക്ക് തിന്നാൻ തോന്നുക. കുറച്ച് മതി. ഇത്ര ഒഴിച്ചാൽ ഐസ്ക്രീം ഒഴിക്കാനാണോ? അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് അതെന്ത് സാധനം അറിയാമല്ലേ? ഇങ്ങനെ ഈ ചുറ്റിങ്ങൾ ഡെക്കറേറ്റ് എന്ന് പറഞ്ഞല്ലേ. ഇപ്പം ചേട്ടനെ കാണുന്ന സുന്ദരൻ എന്ന് പറയുന്നതാണ് ഈ ഡെക്കറേറ്റ്. കേട്ടല്ലോ? ചക്കരേ നീയെങ്കിലും പറഞ്ഞല്ലോ. എന്തായാലും സൗന്ദര്യത്തിന് നമ്മൾ മറ്റൊരു പേര് കൂടി കൊടുത്തു, ഡെക്കറേറ്റ്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറയുവാണ്. ഐസ്ക്രീം. ഇതിനകത്ത് ഐസ്ക്രീം വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. കണ്ടാ ആവി പറക്കുന്ന ഐസ്ക്രീം. ഐസ്ക്രീം റെഡി. ഇത് കഴിക്കരുത്, ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ടുള്ള പ്രത്യേക സ്പൂണാണ്. ആരെങ്കിലും എടുത്താ ഞാൻ എടുക്കും. ഈ ഐസ്ക്രീം എടുത്താൽ മാത്രം. ഞാൻ എടുത്തു തരാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഇടാൻ പറ്റില്ല. കുഞ്ഞു ഈ ഐസ്ക്രീമിൽ ഒന്നും കഴിക്കാൻ പാടില്ല. ചേട്ടനെ ഉണ്ടാക്കാറ്. അപ്പോൾ കുഞ്ഞു ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കാറല്ലേ പതിവ്. പക്ഷേ ഇന്ന് കുഞ്ഞു ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീമിന്റെ കാര്യത്തിലും നമ്മൾ കീപ്പ് ചെയ്യണം. കുഞ്ഞു എന്ന് പറയുന്നത് വെറും കുഞ്ഞല്ല.
ആക്കണ്ട, അത് കൊളായി പോകും. ഇല്ല, ഇത് എന്തായാലും ഇപ്പോൾ കോളായിരിക്കണം. ഇങ്ങനെ ഇങ്ങനെ ആ ഹോള് കാണരുത്. ആഹാ, ഇവിടെ ഹിമാലയ പർവ്വതമായാലോ? നിക്ക് വെയിറ്റ് ചെയ്യ. നമ്മൾ വിചാരിച്ചതിലും സ്പീഡായിട്ട് ഇവർ ഈ ഐറ്റം പൂർത്തിയാക്കി. ഇതിന്റെ പേരെന്തായിരുന്നു? മിൽക്കി ബനാന എന്ന് പറയുന്ന നമ്മുടെ ഐറ്റം വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ ആരാണ് ഇന്നത്തെ വിജയി, ആരാണ് ഈ മിൽക്കി ബനാന ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാനുള്ള നേരാണ്. അതിനി പ്രഖ്യാപിക്കല്ലേ? പറ്റിയ സാധനം ഓക്കെ, അപ്പൊ ആരാണ് നമ്മുടെ ഇന്നത്തെ മിൽക്കി ബനാന ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ടാസ്ക് ഏറ്റവും നല്ല ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 3 പേരിൽ ആരായിരിക്കും? സംശയം വേണ്ട, ആദിത്യ ആൻഡ് ശിവാനി. കുഞ്ഞു ഒന്ന് കൈയടിച്ചപ്പാ. കുഞ്ഞുവിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഞ്ഞു എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ഈ കാര്യം ഇത്ര ഗംഭീരമായിട്ട് ചെയ്തു. കുഞ്ഞു കുഞ്ഞു എന്ന് പറയുന്ന വലിയ മനുഷ്യൻ കുഞ്ഞു എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഈ ടാസ്ക് നല്ല ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. കുഞ്ഞുവിനും പിന്നെ ബാക്കി എല്ലാ ടീംസിനും അഭിനന്ദനങ്ങൾ. ഒപ്പം നമ്മൾ ഇനി നാളെയാണ് വരാൻ പോകുന്നത്. നാളെ നമ്മൾ അടുത്ത ഐറ്റവുമായിട്ട് വരും. അടുത്ത ആൾക്കാരാണ് വരിക. അപ്പോൾ ടാറ്റ പറയല്ലേ എല്ലാവർക്കും? കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്കലവറ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ രുചിയൂറി കൊതിയൂറി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ടാറ്റാ. അടിപിടിയും ബഹളവും പിറന്നാൾ ആഘോഷവും കുക്കിങ്ങും ഒരാഴ്ച പോയതേ അറിഞ്ഞില്ല. കല്യാണ പന്തലിലേക്ക് വരുന്ന വധു എന്തിനാ നാണിക്കുന്നത്? അത് ആദ്യത്തെ കല്യാണമായിരുന്നു. രണ്ടാമത്തെ കന്നിക്കെട്ടായോണ്ടാണോ? രണ്ടാമത്തേന് കുഴപ്പമില്ലേ? ക്വസ്റ്റ്യൻ പ്ലീസ്. ഈ സ്ഥിരം ചർച്ചയ്ക്ക് പോണ ആളായോണ്ടേ വിഷയം ഏതാണെന്നൊന്നും അറിയില്ല. വിഷയം ഒരു വിഷയമേ അല്ല. ഈ കല്യാണ പന്തലിലേക്ക് വരുന്ന പെൺകുട്ടികൾ അവരെന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത്? അവർക്ക് മര്യാദയ്ക്ക് നാണിക്കാതെ വന്നൂടെ? അതായത് ഇങ്ങനെ പ്രേമിക്കാത്ത ആൾക്കാരാണെങ്കിൽ നാണിക്കത്തില്ല, പ്രേമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മാങ്ങയാണ് ആദ്യം ഉണ്ടാകണത്, മാവാണ് ആദ്യം ഉണ്ടാകണത്. നെട്ടൂരാനോടാണോടോ കളി. ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല, അടിപിടികളും കുറുമ്പുകളും അവസാനിക്കുന്നില്ല. അപ്പൊ പിന്നെ കുട്ടിക്കലവറയും അവസാനിക്കുന്നില്ലല്ലോ. കൂടുതൽ കുറുമ്പുകളും ആഘോഷങ്ങളുമായി ഇനി അടുത്ത ആഴ്ച കാണാം.